എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ബനാന ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ബീറ്ററൊന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. എന്നാൽ തുടങ്ങിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 6 മീഡിയം വലുപ്പമുള്ള രസകദളി പഴമാണ്. ഇത് തീരെ അങ്ങ് പഴുത്തു പോകാൻ പാടില്ല, ഒരു മീഡിയം പഴുപ്പ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് കുറഞ്ഞതൊരു 4-5 മണിക്കൂർ ഫ്രീസറിൽ സൂക്ഷിക്കുക. ഈ സമയം കൊണ്ട് തന്നെ പഴമൊക്കെ നന്നായിട്ട് തണുത്ത് മരവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. ഇനി ഇതോടൊപ്പം തന്നെ 15 കുതിർത്ത ബദാം പരിപ്പിട്ട് കൊടുക്കാം. ബദാം പരിപ്പിന് പകരമായി കശുവണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ബദാം പരിപ്പ് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ശേഷം ഇതോടൊപ്പം തന്നെ 4 ടീസ്പൂൺ പഞ്ചസാര നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയുടെ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മീഡിയം മധുരം മാത്രമേ കാണുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 40 രൂപയുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്നായി കഴിഞ്ഞാൽ ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്തിട്ട് ഒരല്പം കട്ടിയോടുകൂടി തന്നെ അരച്ചെടുത്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സിലേക്ക് മാറ്റി സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെ ഈ അരച്ചെടുത്ത പഴവും മറ്റും ഇതുപോലൊരു ബോക്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചോക്കോ ചിപ്സ്, അല്ലെങ്കിൽ നമുക്കിവിടെ അതിന് പകരമായിട്ട് ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിന് മേലെ വിതറി കൊടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മൾ ഈ സ്പാച്ചുല ഉപയോഗിച്ച് നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാം. നമ്മളിവിടെ ഒരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ബനാന ഐസ്ക്രീം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പാലിൽ തയ്യാറാക്കിയെടുക്കുന്ന അത്രത്തോളം ടേസ്റ്റ് ഇതിനുണ്ടാവുകയില്ല. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിട്ടു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.